ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വാക്സിനേഷൻ വ്ലോഗാണ്. നമ്മൾ ജാനി മോൾക്ക് 5ാമത്തെ വയസ്സിൻ്റെ വാക്സിൻ എടുക്കാൻ വന്നിരിക്കുകയാണ്. അവൾ ഭയങ്കര കരച്ചിലാണ്. ഋതൂട്ടൻ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ജാനി കരയുന്ന കണ്ടിട്ട് ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും അവനോട് ചിരിച്ചും പോകുന്നുണ്ട്. ജാനി നല്ല കരച്ചിലാണ്. ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവളെ കൂട്ടി വന്നത് വായിൽ ഒഴിച്ചു തരുന്നതാണുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടി വന്നത്. വൈറ്റമിനാണുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ വൈറ്റമിൻ കൊടുക്കേണ്ട ഹൃദയക്കാണ്. ജാനിക്ക് ഇഞ്ചക്ഷൻ തന്നെ ഉണ്ടായിരുന്നേ. കരയുന്ന കാണുമ്പോൾ നമുക്കും വിഷമമുണ്ട്. പക്ഷേ ഇതൊക്കെ കൊടുത്തല്ലേ പറ്റുള്ളൂ. മക്കളുടെ ആരോഗ്യത്തിന് ഇതൊക്കെ കൊടുക്കേണ്ടത് മസ്റ്റാണ്. നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ കാലിനായിരുന്നു ഈ വാക്സിൻ എടുക്കുക. പക്ഷേ ഇപ്പോൾ ഇത് കൈക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഇല്ല. 5ാം വയസ്സിൻ്റെ വാക്സിനേഷൻ കൈക്കെടുത്തത് കാരണം മക്കൾക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല. നല്ലൊരു കാര്യമാണ്. എടുത്തത് ഹൃദയമാണ്. അവൻ്റെ ഒരു വൈറ്റമിനെ കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളും അതിന് വേണ്ടി സിസ്റ്റർ നമ്മൾ കൊണ്ടുപോയതാണ്. അവൻ്റെ അടുത്ത് പേര് ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. കാരണം ഒന്നാമത് ജാനിനെ കുത്തിയത് കണ്ടതിൻ്റെ പേടിയുണ്ട്, അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവന് വൈറ്റമിനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുറച്ച് ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഹൈറ്റ്, വെയ്റ്റ്, തലയുടെ അളവ്, കൈയുടെ അളവ്, അങ്ങനെ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പല്ല് ചെക്ക് ചെയ്യുന്നുണ്ട്, കണ്ണ് നോക്കുന്നുണ്ട്, കൈകളിൽ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ചെറിയൊരു പേടിയുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുത്ത് കിട്ടുമോ എന്നുള്ള ടെൻഷനുണ്ട്. ജാനിനെ കുത്തുന്ന സമയത്ത് അവന് ചെറുതായി ചിരി വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. എല്ലാം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് വായിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ എല്ലാം നന്നായിട്ട് ഒക്കെ പോയി. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവളത് കണ്ടത് കൊണ്ട് ആകെ പ്രശ്നമാകുമായിരിക്കും, കരച്ചിലൊക്കെ ആയിരിക്കും. പക്ഷേ എന്താ പറയുക, ആൾ നല്ല ഒരുമായിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിന്ന്. കണ്ടോ, വാ തുറക്കാൻ പറഞ്ഞപ്പോൾ വാക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട്. നല്ല അനുസരണയൊക്കെ ഉണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അവർ. അവന് കുഴപ്പമൊന്നുമില്ല, വെയിറ്റൊക്കെ ഓക്കെയാണ്. പക്ഷേ പച്ചക്കറികളും മുട്ടയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജാനിക്കാണ് പ്രശ്നം. അവൾക്ക് വെയിറ്റ് ഇല്ല, വെയിറ്റ് വളരെ കുറവാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം അങ്ങനത്തെ ഓരോന്നൊക്കെ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾക്കാണ് കുറച്ച് വെയിറ്റിൻ്റെ പ്രശ്നം വരുന്നത്. ഹൃദയക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മൾ വാക്സിനേഷനും വൈറ്റമിനെയും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇത് നമ്മൾ അവരുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. എന്തെങ്കിലും പലഹാരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കരച്ചിലൊക്കെ മാറും. ജാനിക്ക് വാക്സിൻ എടുത്തതിനിപ്പോൾ ഒരു ചിനുങ്ങലുണ്ടായിരുന്നു, അത് മാറാൻ വേണ്ടിയിട്ട് റിൻഷേട്ടൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണിത്. പിന്നെ അവരെ അടികൂടലും കരച്ചിലൊക്കെ മാറ്റാനുള്ള ലാസ്റ്റുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വന്ന് ആരോ കൊണ്ടുവന്ന ഒരു പലഹാരമായിരുന്നു. അപ്പോൾ അത് എന്തായാലും കഴിക്കണമല്ലോ. നമ്മളങ്ങനെ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇത് ജാനിക്കും കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.